യെസ് മക്കളെ, ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കെമിക്കൽ ഫോർമുലാസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറച്ച് രാസസൂത്രങ്ങൾ നമ്മളൊന്ന് പഠിച്ചു നോക്കണം. പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ. യെസ്, അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട രാസസൂത്രങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് മക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് Fe2O3 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കെമിക്കൽ ഫോർമുലയാണ് അഥവാ രാസസൂത്രമാണ്. അപ്പോൾ ഇത് Fe2O3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോകരുത്, ഇതിനെയാണ് നമ്മൾ ഹേമറ്റൈറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹേമറ്റൈറ്റ് മറന്നു വരുന്ന മക്കളെ, ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ ഒരു ഓർ അല്ലെങ്കിൽ അയിരാണ് ഹേമറ്റൈറ്റ്. ഓക്കെ, പഠിച്ചു വെച്ചണം Fe2O3. ഇനി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട മറ്റൊരാളാണ് Fe3O4 എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റൈറ്റ് പേര് ഒരു 2 വട്ടം മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ മാഗ്നറ്റൈറ്റ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. മാഗ്നറ്റൈറ്റ്. അപ്പൊ നിങ്ങളോട് ചോദിച്ചേക്കാം ഹേമറ്റൈറ്റിന്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്താണ്, മാഗ്നറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അങ്ങനെ പഠിച്ചെടുക്കാം. Fe2O3 അല്ലേ. നോക്കി അടുത്ത നോക്കി Fe2 ഇവിടെ 2 അല്ലേ Fe ഉള്ളൂ, ഇവിടെ Fe 3 എണ്ണായി. ഇവിടെ O3 O 3 അല്ലേ, ഇവിടെ O 4 എണ്ണം. തൊട്ടടുത്ത നമ്പർ അല്ലേ Fe2O3, തൊട്ടപ്പുറത്ത് Fe3O4. ഈസി ആയിട്ട് കിട്ടിയല്ലോ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഓറാണ് ഏതെന്നറിയോ, Al2O3 2H2O. പഠിച്ചു വെച്ചോളം മക്കളെ, പഠിച്ചു വെച്ചോളം. ഇദ്ദേഹത്തിന്റെ പേരാണ് അലൂമിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓറായിട്ടുള്ള ബോക്സൈറ്റ് എന്നാണ് ഇയാളെ വിളിക്കുന്ന പേര് മറന്നു വരാം, ബോക്സൈറ്റ്. ഇതൊക്കെ നേരെ അങ്ങ് പഠിച്ചാൽ മതി. നിങ്ങൾ വേറെ എന്താണ് ഷോർട്ട് കട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല, നേരെ അങ്ങ് പഠിച്ചാൽ മതി ബോക്സൈറ്റ്. ഓക്കെ ആണല്ലോ മക്കളെ, റെഡി ആണല്ലോ. അപ്പൊ Al2O3 അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ചേർക്കാം. സെറ്റ്, റെഡി ആണല്ലോ മക്കളെ, ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. സിങ്ക് കാർബണേറ്റ്. ഒരിക്കൽ വൺസ് അപ്പോൺ എ ടൈം നമ്മളോട് എക്സാമിന് ചോദിച്ച ആളാണ്. സിങ്ക് കാർബണേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയോ മക്കളെ, കലാമിൻ എന്ന് വിളിക്കുന്നത്. മറന്നു വരുന്ന മക്കളെ, കലാമിൻ. സിങ്കിന്റെ ഒരു ഓറാണ് ഏത്, കലാമിൻ എന്ന് പറയുന്നത്. സിങ്കിന്റെ അയിരിന്റെ പേരാണെന്ത്, കലാമിൻ. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആരെന്നറിയോ, സിങ്കിന്റെ തന്നെ മറ്റൊരാളാണ് ZnS. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അറിയോ, സിങ്ക് ബ്ലൻഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സിങ്ക് ബ്ലൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കെമിക്കൽ ഫോർമുലാസുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. A to Z കാര്യങ്ങൾ ഒരു വട്ടം നിങ്ങൾ വീഡിയോ കാണുക, അതിനുശേഷം ഒന്ന് എഴുതി നോക്കുക. ഇത് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മാത്രമല്ല ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലൈവുകൾ ഇന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരൊക്കെ വിളിച്ച് കൃത്യസമയത്തിന് നമ്മളെ ലൈവിൽ എത്തിച്ചേരുക. മറന്നു പോകരുത്, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം കെമിസ്ട്രി എക്സാം നമ്മൾ പൊളിച്ചടക്കിയിരിക്കും. വീണ്ടും കാണാം മക്കളെ, ഗുഡ് ബൈ.